വെൽക്കം ടു കൊണ്ടാട്ടോളോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഇപ്പോൾ നല്ല വേനൽക്കാലമാണല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല ആ ഒരു ചൂടിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക, കോഴികൾക്ക് ഉണ്ടാവും കേട്ടോ. കോഴികൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് വന്നു കഴിയുമ്പോൾ ഇവറ്റങ്ങളിങ്ങനെ തൂങ്ങി, അവറ്റങ്ങൾക്ക് ഇങ്ങനെ ചെറിയ പനിയും കാര്യങ്ങൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കണം കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ഇവറ്റങ്ങൾക്ക് ഈ ഒരു പൊടിക്കൈ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പയർമണി പോലെ ഓടിച്ചാടി അങ്ങ് നടന്നോളും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. 2 തണ്ട് നമ്മൾ കീഴാർ നെല്ലിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കീഴാർ നെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പുളിയുടെ ഇല പോലെ അതിൽ വളരെ ചെറുതായിട്ടുള്ള ഇലയാണ്, ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പനിക്കൂർക്കയുടെ ഇല. അപ്പോൾ വലിയതാണെങ്കിൽ 2 എണ്ണം, ഇപ്പോൾ ചെറുതായതുകൊണ്ട് 2-3 എണ്ണം എടുത്തത് കേട്ടോ. പിന്നെ വേണ്ടത് 2 അല്ലി നമ്മുടെ ചുമന്നുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഇപ്പോൾ പ്ലേറ്റിലെ ഡിസൈന് ഒരേപോലെ ആയതുകൊണ്ട് കുരുമുളക് പെട്ടെന്ന് കണ്ടില്ല, അതുകൊണ്ട് ഇതിനെ എടുത്ത് കാണിച്ചേ. അപ്പോൾ ഒരു 3-4 കുരുമുളക് മതി കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അരക്കണം. അപ്പോൾ ഇത് അരക്കണതിന് മുമ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമഞ്ഞൾ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ബെസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തേക്കുന്നതാണ്. നല്ല ശുദ്ധമാണ്, ഓർഗാനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ലേശം വെള്ളം ചേർത്തിട്ട് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചുണ്ടൊന്ന് പതുക്കൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ അതിലേക്ക് അവരുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ അങ്ങ് ഇറക്കിക്കോളൂ കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് 3 നേരമായിട്ട് ഈ മരുന്നായിട്ട് അങ്ങ് കൊടുക്കണമെങ്കിൽ. അതേപോലെ തന്നെ ഇവർ കുടിക്കുന്ന വെള്ളമില്ലേ, അതിൽ നമുക്ക് ഈ മരുന്ന് അങ്ങ് ബാക്കി വരണമെങ്കിൽ അതങ്ങ് കലക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കുടിച്ചോളും. അപ്പോൾ ഇവരൊക്കെ നല്ല പയർ മണി പോലെ ഓടി നടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോകണം. അതിന് ശേഷം എന്താണെന്ന് പറയാം കേട്ടോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെയൊക്കെ വീടുകളിലുള്ള പച്ചക്കറിപ്പൂരല്ലേ, അതെടുക്കുക. അതൊരു 1-2 കട്ട മതി. എന്നിട്ട് നമ്മളതിങ്ങനെ കൈ കൊണ്ട് സുഖമായിട്ട് പൊടിയും കേട്ടോ. അത് അങ്ങോട്ട് പൊടിച്ച് വെള്ളത്തിലോട്ട് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 മുറി നാരങ്ങയുടെ നീരാണ്. ഇപ്പം എന്തായാലും ഉണ്ടാവും, നല്ല വേനൽക്കാലം എല്ലാവരും നാരങ്ങ പിഴിയലും വെള്ളം കൂടി തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ വിനാഗിരി ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞ് നല്ല സെറ്റാക്കി അങ്ങ് എടുക്കാം. അപ്പം ഇനി ഇതിനകത്ത് കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം, അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാണ്. ഇനി ഞാൻ പറയാം ഇത് എന്തിനാണെന്ന്. നമ്മുടെ മാറാല കളയാനാണ് നമ്മളിത് എടുക്കാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുമരുമൊക്കെ നമ്മൾ തട്ടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇങ്ങനെ കാല് വളരെ നേർത്തിട്ടുള്ള അങ്ങനത്തെ ചിലന്തികളില്ലേ, ഇട്ടുകാലികൾ, അവരാണ് ഈ മാറാലയുടെ മെയിൻ ആൾക്കാർ. നിറയെ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിറയാതിരിക്കാനും അങ്ങനെ പെട്ടെന്ന് മാറാല പിടിക്കില്ല, അതിനുള്ളൊരു കിടിലൻ ടിപ്പാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ ഈ സ്പ്രേയുടെ കുപ്പിലാക്കിയെന്നുള്ളതല്ലേ, അത് നമ്മൾ ഈ വോളിലല്ലാതെ തന്നെ ചുമരിൽ, വാതിലിൻ്റെ അങ്ങനെ കട്ട്ലയുടെ അവിടെയൊക്കെ വരുമ്പോൾ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടത്തെ നമുക്ക് മാറാലേനെ കളയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാറാല തട്ടാം കേട്ടോ. മാറാല ഉള്ള സ്ഥലത്ത് ആ മാറാലകളൊക്കെ നമുക്ക് തട്ടാം, ഒരു മാറാലക്കോല് വെച്ചിട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ നടി കൂടെ കുളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും ചാടട്ടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ പക്ഷേ ക്യാമറ ചാടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമലി പെട്ടെന്ന് വീഡിയോ ആണെന്നുള്ള ഓർത്തില്ല, ഞാൻ അങ്ങ് മാറാല അങ്ങോട്ട് തട്ടി, നമുക്ക് ആ ഒരു ഹരണമല്ലോ അങ്ങ് തട്ടി എടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാമറ ചെറുതായിട്ടൊന്ന് സിങ്ക് ആവാത്ത പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ അതേ നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ പിടിച്ചേക്കണം മാറാലയില്ലേ, അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞെടുക്കുക. നമുക്കൊരു പണിയുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ സ്പ്രേ ബോട്ടിലാക്കി, ബാക്കി പാത്രത്തിൽ ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്ത് ഇങ്ങനെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. കോട്ടൻ്റെ ആയാലും ബനിയൻ്റെ ആയാലും, ബനിയൻ ക്ലോത്ത് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ബനിയൻ ഉണ്ടെങ്കിൽ ഏറ്റവും സുഖം അതാണ്, സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് വെള്ളം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളയല്ല, ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഇറ്റിറ്റൊന്നും വെള്ളം വീഴരുത്, എന്നാൽ കൂടി ആ തുണിക്കകത്ത് ഉണ്ടാവണം, ആ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ഇങ്ങനെ മാറാലയുടെ നമ്മുടെ മാറാലക്കോലില്ലേ, അതിനകത്ത് ഇതിനെങ്ങനെ കെട്ടാം, ഈ തുണീനെ ഇങ്ങനെ കെട്ടാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, നമുക്ക് ഇങ്ങനെ കെട്ടി ബുദ്ധിമുട്ടണ്ട. ആ സംഭവം അങ്ങനെ തന്നെ ഇതിനകത്തോട്ടും കിട്ടാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും, പോവില്ല, എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ഇതേ കെട്ടിപ്പൂട്ടലൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതായത് നമ്മുടെ ആ ഒരു മാറാല പിടിക്കുന്ന ആ സ്ഥലത്തൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ മാറാല തട്ടിയ സ്ഥലങ്ങൾ, അവിടെ ഈ കോല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് അവിടെ ഇരിക്കും. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ചിലന്തികൾ മെയിനായിട്ട് ആ കോർണർ സൈഡ് തുടങ്ങിയാണ് ഇവരിങ്ങനെ വർക്കൗട്ട് തുടങ്ങുക. അപ്പോൾ മെയിനായിട്ട് അവിടെ നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒന്നും അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കർപ്പൂരത്തിൻ്റെയും നാരങ്ങയുടെയും ഇപ്പോൾ വിനാഗിരി ആയാലും അതിൻ്റെ സ്മെല്ല് ഒട്ടും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കാത്തത്. അപ്പോൾ പെട്ടെന്നൊന്നും മാറാലൊന്നും പിടിക്കില്ല. പിന്നെ നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീകൾ മാറാല തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാല പിടിക്കും. പക്ഷേ ആണുങ്ങൾ, അതായത് ചേട്ടന്മാർ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മാറാല പിടിക്കില്ല എന്ന്. അതെന്താ സംഭവം എന്ന് ആരെങ്കിലും അറിയോ? എനിക്കറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചെറിയ രീതിയിൽ നമ്മുടെ അമ്മമാരുടെയും സ്ത്രീകളുടെ ആയാലും പണികൾ കുറയ്ക്കാൻ വേണ്ടി ചേട്ടന്മാരെ കൊണ്ട് മാറാല തട്ടിക്കാനുള്ളൊരു അടവാണോ എന്നറിയില്ല കേട്ടോ. അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.